സോണി അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന സോണി എക്സ്പീരിയ 5 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. സെപ്റ്റംബർ 17 സോണി എക്സ്പീരിയ 5 ഫ്രണ്ട് ലൈൻ സ്മാർട്ട് ഫോൺ പ്രഖ്യാപിക്കും. ഈ പുതിയ സ്മാർട്ട് ഫോണിൻ്റെ ആദ്യ രണ്ടർ ഈ ആഴ്ച ആദ്യം പ്രദർശിപ്പിക്കുകയും ഇത് എക്സ്പീരിയ 2 ഹാൻഡ്സെറ്റിൻ്റെ രൂപകൽപ്പന വെളിപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പ്രധാന സവിശേഷതകളുടെ ഒരു ലിസ്റ്റിങ്ങിന് പുറമെ പുതിയ റെൻഡറുകൾ പുറത്തു വന്നിട്ടുണ്ട്. പുതിയ റെൻഡറുകളുടെ വെബ്സൈറ്റ് വിശ്വസനീയമായ ലീക്കിൽ ഇവാൻ ബ്ലാസിൽ നിന്നാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഹെഡ്ലൈനുകൾ സ്പെസി ലിസ്റ്റിംഗ് മറ്റ് റെൻഡറുകളും പ്രസിദ്ധീകരിച്ചു. പുതിയ റെൻഡറുകൾ എക്സ്പീരിയ 5 പുതിയ ബ്ലാക്ക് ആൻഡ് ഗ്രേ നിറത്തിലുള്ള എഡിഷനുകളും വെളിപ്പെടുത്തുന്നു. അതേസമയം ഇത് വളരെ ശക്തമായ ഡിവൈസ് ആകാമെന്ന് അതിൻ്റെ സവിശേഷതകൾ സൂചിപ്പിക്കുന്നു. സോണി എക്സ്പീരിയ 5 പിൻഗാമിയായി സോണി തുടർച്ചയായുള്ള ഒരു രൂപകൽപ്പന നിലനിർത്തുമെന്ന് പുതിയ റെൻഡറുകൾ കാണിക്കുന്നു. എക്സ്പീരിയ 5 മുകളിലും താഴെയുമായി താരതമ്യേന കട്ടിയുള്ള ബെസലുകളും, എന്നിരുന്നാലും ഇത് നോച്ച് അല്ലെങ്കിൽ ഡിസ്പ്ലേ കട്ടൗട്ട് ഇല്ലാത്ത ഡിസൈൻ വാഗ്ദാനം ചെയ്യും. കൂടാതെ 21:9 ആസ്പെക്ട് റേഷ്യോ സ്മാർട്ട് ഫോണിനും ഒതുക്കമുള്ള ഉപയോഗിക്കാൻ എളുപ്പവുമാക്കുന്നു. ഈ സ്മാർട്ട് ഫോണിന് പിന്നിലായി രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാമറ സെൻസറുകൾക്കിടയിൽ ZE-1SS അടയാളം പ്രദർശിപ്പിക്കും. ഈ ഡിവൈസിൻ്റെ വലതുനിരയെ വോളിയം ബട്ടൺ, ഒരു സൈഡ് ഫിംഗർ പ്രിന്റ് റീഡർ, മറ്റൊരു ഫിസിക്കൽ ബട്ടൺ എന്നിവയും ഉണ്ട്. ഇതൊരു ക്യാമറ ഷട്ടർ ആയി സമർപ്പിക്കാൻ കഴിയും. എക്സ്പീരിയ 5 3.5mm ഓഡിയോ ജാക്ക് ഇല്ലായിരുന്നു, എന്നാൽ പുതിയ മോഡൽ അത് തിരികെ കൊണ്ടുവരും വിശ്വസിക്കാം. ബ്ലാക്ക്, ഗ്രേ എന്നിവ കൂടാതെ എക്സ്പീരിയ 5 ബ്ലൂ നിറത്തിലും വരുന്നു. സോണി എക്സ്പീരിയ 5 പൂർണ്ണമായും HD+ റെസൊല്യൂഷനോട് കൂടിയ 6.1 ഇഞ്ച് OLED HDR+ സ്ക്രീൻ അവതരിപ്പിക്കും. 120Hz ആസ്പെക്ട് റേഷ്യോയും 240Hz ടച്ച് സാമ്പിൾ നിരക്കും പിന്തുണയും നൽകുന്നു. ആദ്യത്തെ സോണി സ്മാർട്ട് ഫോണാണിത്. 8GB റാമും 128GB സ്റ്റോറേജുമായി ജോഡിയാക്കിയ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 865 SoC പ്രൊസസ്സറുമായാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഒരു മൈക്രോ SD കാർഡ് വഴി ഇതിൻ്റെ മെമ്മറി വികസിപ്പിക്കാനും കഴിയും. 12 മെഗാപിക്സൽ പ്രൈമറി സെൻസർ, f1.7 അപ്പർച്ചർ പ്ലസ് 12 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസ്, 3x ഒപ്റ്റിക്കൽ സൂം, f2.2 അപ്പർച്ചർ, 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അടങ്ങുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. USB PD ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം 4000 mAh ബാറ്ററിയും ആൻഡ്രോയിഡ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വല്ല സജഷൻസും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.